അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുറേ നാളുകളായി പലരുമായിട്ട് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി നൽകാൻ ശ്രമിക്കുകയാണ് ഇന്ന്. ഭവദാവസുധാവൃഷ്ടി എന്ന് കഴിഞ്ഞ് വിസർഗമുണ്ടോ? ഉണ്ട്. ഭവദാവസുധാവൃഷ്ടി പാപാരണ്യദവാനല. അപ്പോൾ ഭവദാവസുധാവൃഷ്ടി പാപാരണ്യദവാനല എന്ന് ചൊല്ലണം. ദൗർഭാഗ്യതൂലവാതൂല എന്നും രോഗപർവ്വതദംഭോളിർ മൃത്യുദാരു കുഠാരിക എന്നും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് ചോദിച്ചു. അതിപ്പോൾ ഞാൻ ചൊല്ലി. ദൗർഭാഗ്യതുലവാതൂല എന്നാണോ എന്നാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെയല്ല, രണ്ടും ദീർഘമുള്ള വാക്കുകളാണ്. ദൗർഭാഗ്യതൂലവാതൂല എന്നാണ് വാക്ക്. അതുപോലെ രോഗപർവ്വതദംഭോളിർ മൃത്യുദാരു കുഠാരിക എന്ന്. മറ്റൊരു സംശയം, ഗൂഢഗുൽഫ എന്നാണോ ഗുൽഫ എന്നാണോ എന്നാണ്. ക എന്ന് കഴിഞ്ഞ് ഖ, ച എന്ന് കഴിഞ്ഞ് ഛ, ത എന്ന് കഴിഞ്ഞ് ഠ, ത എന്ന് കഴിഞ്ഞ് ഥ, പ എന്ന് കഴിഞ്ഞാൽ എന്താവും അക്ഷരം? പ എന്ന് കഴിഞ്ഞാൽ ഫ എന്നാവാൻ നിവൃത്തിയില്ല. പ എന്ന് കഴിഞ്ഞാൽ ഫ എന്നാണ് അക്ഷരം. അപ്പോൾ അവിടെ ഫ എന്ന അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. അത് ഗൂഢഗുൽഫ എന്ന് ഉച്ചരിക്കണം എന്ന് മനസ്സിലാക്കുക. ഇത് മലയാളത്തിൽ പലരും പറ്റിക്കുന്നൊരു കാര്യമാണ്. ഫലം എന്നെഴുതി ഫലം എന്ന് വായിക്കുക. അത് ശരിയല്ല. ഗുൽഫ എന്ന് തന്നെ വായിക്കണം. അതുപോലെ സമാകരിഷദ്ദിഗന്തര, ആ നാമം ഈ കർപ്പൂരവീടികാമോദ സമാകരിഷദ്ദിഗന്തര എന്ന ആ നാമം, അത് ഇവിടെ നമ്മൾ വ്യാഖ്യാനം പറയുന്ന സമയത്ത് അത് കൂടുതൽ പറയാം. അതായത് ഇതിപ്പോൾ മലയാളത്തിലുള്ള പുസ്തകത്തിൽ സമാകരിഷദ്ദിഗന്തര എന്നാണ് എഴുതി കാണുന്നത്. പക്ഷേ ഈ കർപ്പൂരവീടികാമോദ സമാകരിഷി ദിഗന്തര എന്നൊരു പാഠം വളരെ ഭാസ്കരരായരുടെയൊക്കെ വ്യാഖ്യാനത്തിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അത് മലയാളത്തിലേക്ക് ഇപ്പോൾ BC ബാലകൃഷ്ണൻ അവറുകളുടെ ഗ്രന്ഥത്തിലൊക്കെ സമാകരിഷദ്ദിഗന്തര എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനെന്താണ് കാരണം അങ്ങനെ എഴുതാൻ എന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുമില്ല. അപ്പോൾ അതൊരു സമാകരിഷി ദിഗന്തര എന്നുള്ളതും സമാകരിഷദ്ദിഗന്തര എന്ന് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എഴുതാൻ സാധ്യതയില്ല. ഒന്നുകിൽ അതല്ലെങ്കിൽ അത് ഈ അച്ചുപിഴ വന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഭാഗത്ത് ആരും തൽക്കാലം തിരുത്തുകൾ വരുത്തേണ്ടതില്ല. അത് ഒന്നുകൂടി ചൊല്ലുന്ന സമയത്ത് ഒന്നുകൂടി ഇപ്പോൾ മുഴുവൻ സംശയങ്ങളൊക്കെ കൂട്ടി ഒന്നുകൂടി ചൊല്ലാം. ആ സമയത്ത് അത് പറയുകയും ചെയ്യാം. അതായത് രണ്ട് പാഠവും കാണുന്നുണ്ട്. പിന്നെ
സർവാന്തര്യാമിണി എന്നാണോ സർവാന്തര്യാമിനി എന്നാണോ? അപ്പോൾ ഇവിടെ ഈ കാര്യത്തിലും സർവാന്തര്യാമിണി എന്ന് ചില ദിക്കിൽ കാണുന്നുണ്ട്. സർവാന്തര്യാമിനി എന്നാണ് ഭാസ്കരരായരുടെ അഭിപ്രായം. അതുപോലെ ഈ സമാകരിഷ ദിഗന്തര എന്നുള്ളതും സമാകരിഷി ദിഗന്തര എന്ന് ചൊല്ലി ആണ് അധികവും നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളത്. ഭാസ്കരരായരും അപ്രകാരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ പാഠം സ്വീകരിക്കുന്നതാണ് യുക്തി. പിന്നെ മറ്റത് എന്താണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കാം എന്തായാലും, എന്നിട്ട് ആവാം അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തൽ. സർവാന്തര്യാമിനി എന്നുള്ളത് അങ്ങനെ തന്നെ മതി. സർവാന്തര്യാമിണി എന്ന് വേണമെന്നില്ല, അന്തര്യാമിനി എന്നായാൽ മതി. പിന്നെ ഞാൻ അറിഞ്ഞത് വെച്ച് പല ദിക്കിലും ഇതുപോലത്തെ വ്യത്യാസങ്ങൾ കാണുന്നത് പൂർവ്വകാലങ്ങളിൽ അങ്ങനെ ണ എന്നും ന എന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ പാണിനിക്ക് ശേഷമാണല്ലോ അങ്ങനൊരു മാറ്റം വന്നത്. അപ്പം അതുകൊണ്ട് പല ദിക്കിലും അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ഈ സർവാന്തര്യാമിനി എന്നുള്ളിടത്ത് യാമിനി എന്നുള്ള ഉത്തരപദത്തിൽ രേഖമില്ലാത്തത് കൊണ്ട് പാണിനിയുടെ നിയമപ്രകാരം അവിടെ നീ എന്നേ വേണ്ടുള്ളൂ. പക്ഷേ അത് പുരാണങ്ങളിൽ അങ്ങനെ ണ എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടിയിരിക്കുക. അപ്പോൾ ലളിതോപാഖ്യാനം നമുക്ക് ഒന്നുകൂടി നോക്കാം, എന്നിട്ടാവാം അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം അന്തര്യാമിനി എന്നായാലും അന്തര്യാമിണി എന്നായാലും ആർത്ഥികമായിട്ട് വലിയ വ്യത്യാസമില്ല. അന്തര്യാമിന്യൈ നമ എന്നാണ് നാമം. അപ്പം അതുകൊണ്ട് അങ്ങനെ ചൊല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൗളിനി കേവലാനർഘ്യ കൈവല്യപദായിനി, അവിടെ കാലിനി കേവലാനർഘ്യ എന്നാണോ എന്ന് രണ്ടുപേർ സംശയം ചോദിച്ചു. അത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആവാനേ വഴിയുള്ളൂ. കൗളിനി കേവല എന്നൊരൊറ്റ നാമമാണ്. ഇതിനു മുമ്പേ 94ാമത്തെ നാമമായിട്ട് കൗളിനി എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ടാമത് അതേ നാമം വരുമോ? അതേ നാമല്ല, കൗളിനി കേവല എന്നാണ് ഇവിടെ ഈ 925ാമത്തെ നാമമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൗളിനി കേവല എന്ന് തന്നെയാണ് ഇവിടെ നാമം. വീരഗോഷ്ഠി പ്രിയ ദീർഘമുണ്ടോ? ഗോഷ്ഠി എന്ന് ദീർഘമുണ്ടോ? ഉണ്ട്. സുവാസിന്യർച്ചന പ്രീതാശോഭന, അവിടെ അകാരം ഉണ്ട്. ആശോഭന എന്ന് അകാരം. അവ്യാജ കരുണാമൂർത്തി എന്ന് തുടങ്ങുന്ന ശ്ലോകം ഒന്ന് ചൊല്ലാനാണ്. അവ്യാജ കരുണാമൂർത്തിരജ്ഞാനധ്വാന്ത ദീപിക എന്നൊരൊറ്റ നാമം, ഒറ്റ വരി. അവ്യാജ കരുണാമൂർത്തിരജ്ഞാനധ്വാന്ത ദീപിക എന്നൊരൊറ്റ വരി. രണ്ട് നാമമാണത് കൂട്ടിച്ചൊല്ലുക. പിന്നെ ഒരാൾ സംശയം ചോദിച്ചത് കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോ ഒരു ദ്വയാന്വിത എന്ന ദിക്കിൽ കാമേശ അജ്ഞാത എന്നാണോ? കാമേശ അജ്ഞാത അങ്ങനെ വരില്ല. അങ്ങനെ അജ്ഞാത എന്നാണെങ്കിൽ അവിടെ കാമേശ ആജ്ഞാത എന്ന് ശാന്ന് കഴിഞ്ഞ ഒരു ദീർഘം വരും, ആന്ന്. അപ്പോൾ അവിടെ കാമേശജ്ഞാത എന്നാണ്. കാമേശനാൽ അറിയപ്പെട്ട, കാമേശജ്ഞാത എന്നാണ് അവിടെ. അപ്പോൾ അവിടെ കാമേശ അജ്ഞാത എന്നല്ല, അഥവാ കാമേശ അജ്ഞാത എന്ന അങ്ങനെ വരില്ല, കാമേശജ്ഞാത എന്നാണ് അവിടെ കേട്ടോ. അയോനിര്യോനി നിലയ, അവിടെ അയോനിര്യോനി എന്ന് ചെല്ലണോ അയോനിര്യോനി എന്ന് ചെല്ലണോ എന്നാണ് ചോദ്യം. അയോനിര്യോനി, അവിടെ അയോനിഹി എന്നും യോനി എന്നും യോനി നിലയാന്നും കൂടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ജ്യോ എന്നൊരു അക്ഷരമാണെന്ന് തോന്നരുത്. നേരത്തെ ജഗദ് എന്താണ് ജഗദ് വന്ധ്യ എന്ന് പറഞ്ഞതുപോലെ ജഗദ് വന്ധ്യ എന്നാണ് എന്നവിടെ ചൊല്ലുമ്പോൾ മനസ്സിലാവണം.
ദ്വന്ദ്യ എന്ന് തോന്നരുത് എന്നതുപോലെ ദ്വാ എന്നാണ് അക്ഷരം അവിടെ തോന്നരുത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ര്യ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അയോനിർ എന്നും യോനി എന്നും കൂടി ചെന്ന് അയോനിർ യോനി നിലയ. അപ്പോൾ അവിടെ യോനി നിലയ എന്നാണെന്ന് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അതെങ്ങനെയായാലും വിരോധമില്ല. അയോനിർ യോനി നിലയ, യോനി നിലയ എന്നാണ് വാക്ക്. ര്യോ എന്ന തുടങ്ങുന്ന ഒരു വാക്കാണെന്ന് തോന്നരുത് എന്നേ അവിടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അയോനിർ യോനി നിലയ എന്ന് യോനി നിലയാന്ന് കേൾക്കുന്ന രീതിയിൽ ഉച്ചരിക്കുക. പിന്നെ വന്നിരിക്കുന്ന ഒരു സംശയം, ഈ പുലവാലായ്മകളുള്ളപ്പോൾ സഹസ്രനാമം ചൊല്ലാൻ പറ്റുമെന്നാണ്. അപ്പോൾ എന്നും ചൊല്ലുന്നവർക്ക് അങ്ങനെ നിഷ്കർഷയൊന്നും നോക്കേണ്ടതില്ല, നാമമാണ് സ്തോത്രമാണ് എന്നുള്ളത് കൊണ്ട്. എന്നാൽ അതേ സഹസ്രനാമം ഒരു മന്ത്രം എന്ന രീതിയിലും അതിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് പുലവാലായ്മകൾ വരുന്ന സമയത്ത് അത് ചൊല്ലരുത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ചൊല്ലാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഗതിക്കനുസരിച്ച് അതിന് തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ ഗുരുവിൻ്റെ നിർദ്ദേശത്തെ സ്വീകരിക്കുക. അത് വ്യക്തിപരമായ കാര്യമാണ്. അതിലങ്ങനെ ഒരു പൊതു അഭിപ്രായം പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. പിന്നെ മന്ത്രഹീനം ക്രിയാഹീനം എന്നുള്ള ശ്ലോകവും ശാന്തി മന്ത്രവും ഒക്കെ ചൊല്ലിയിട്ട് വേണ്ടേ ഈ സ്തോത്രം അവസാനിപ്പിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പിഴപ്പിച്ച് പോയ ഭാഗങ്ങൾ അറിയാതെ വന്നതാണ്, അത് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണ്. അത് ചെല്ലുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. തെറ്റാതെ ചെല്ലാൻ ശ്രമിക്കുക. അഥവാ അറിയാതെയൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണേ എന്ന് ചൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ല. ശാന്തി മന്ത്രം മറ്റേതെങ്കിലുമൊക്കെ സ്തോത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ അവസാനമാണ് ശാന്തി മന്ത്രം പൊതുവെ ചൊല്ലാറുള്ളത്. പിന്നെ ഇവിടെ ഈ ലളിതാ സഹസ്രനാമം ഒരു പക്ഷേ ഇതൊരു ഇപ്പം ഇതിന് ശേഷം ഈ ഇതിശ്രീ ബ്രഹ്മാണ്ഡ പുരാണേന്ന് യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മാണ്ഡ പുരാണം തുറന്നു നോക്കിയാൽ ലളിതാ സഹസ്രനാമല്ല അവിടെ കാണുക, ലളിതോപാഖ്യാനമാണ് കാണുക. ആ ലളിതോപാഖ്യാനം എന്നുള്ളത് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതാ ഋഷികളാൽ ചൊല്ലപ്പെട്ട നാമങ്ങളുടെ വ്യാഖ്യയാണ് വാസ്തവത്തിൽ ഈ ലളിതോപാഖ്യാനത്തിൽ കാണാൻ സാധിക്കൂ. ലളിതാ സഹസ്രനാമം എന്നുള്ളത് അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതൊരു അഭൗമമായ ഒരു കൃതിയാണ്. ഈ ഒന്നുകിൽ തിരിച്ച് ചിന്തിക്കണം. ലളിതോപാഖ്യാനത്തിലെ വ്യാഖ്യാനങ്ങളിൽ പെട്ടിരിക്കുന്ന ആ വർണ്ണനകൾക്ക് ഒരു നാമരൂപം കൊടുത്തതാണ് ലളിതാസഹസ്രനാമം എന്ന് കണക്കാക്കണം. അല്ലെങ്കിൽ ലളിതാസഹസ്രനാമം ആദ്യമുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചതാണ് ലളിതോപാഖ്യാനത്തിൽ ഹയഗ്രീവാഗസ്ത്യ സംവാദരൂപേണ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇതിശ്രീ ബ്രഹ്മാണ്ഡ പുരാണേ എന്ന് ചൊല്ലുമ്പോൾ അത് ലളിതോപാഖ്യാനമേ ആവുള്ളൂ. ലളിതോപാഖ്യാനമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പലരും ഇതിശ്രീ ബ്രഹ്മാണ്ഡ പുരാണേന്ന് അധികവും ചൊല്ലിക്കാണാത്തത്. ഈ ഫലശ്രുതിയും ഒക്കെ അവിടുന്ന് സ്വീകരിക്കുന്നതാണ് എന്നതിനാൽ. അപ്പോൾ ഏവം ശ്രീ ലളിതാദേവ്യാ നാംനാം സാഹസ്രകം ജഗു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുടരുന്നതായിരിക്കും നന്നാവുക എന്നുകൂടി പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ കൃപയുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സംശയങ്ങളാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചോളൂ, വേഗം തന്നെ ചോദിച്ചോളൂ. മൊത്തത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദയവായി ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് മുഴുവനും
അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല എന്നതുകൊണ്ട് എനിക്കും പരിമിതികൾ ഉണ്ടായിരിക്കാം. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയുന്നത് പോലെ പറഞ്ഞു തരാം. അന്വേഷിക്കാൻ പറ്റുന്നവ അന്വേഷിച്ച് പറഞ്ഞു തരാം. എന്തായാലും സന്തോഷം. നിങ്ങൾ ഇത്രയും സംശയങ്ങളൊക്കെ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അത്രയും സൂക്ഷ്മമായി അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. എന്തായാലും അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും.